ചെയ്യുന്ന ഈ ഭൂമിയിൽ ചെയ്യുന്ന നന്മ ഏതോ ആ നന്മയാണ് നമ്മുടെ ജീവിതാന്ത്യത്തിൽ നമുക്കുണ്ടാവുക. നന്മ ജീവിച്ചാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മാവിടെ മരണത്തിന്റെ ആ നിമിഷം അനധിവിധി ഉണ്ടാകും, അന്ത്യവിധി പിന്നെയാ. അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം. നമുക്ക് നാട്ടിലുള്ള നന്മകൾ, ധാരാളം നന്മകൾ ചെയ്യാൻ പല അവസരങ്ങളുണ്ട്. അവിടുന്ന് പറയുന്നു, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി വിശ്വസിക്കുക. ഒന്നാം പ്രമാണം അതാണ്. ഒന്നാം പ്രമാണ ലംഘനമാണ് പാപം. അതുപോലെ തന്നെ നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കുക. നിന്നെ സ്നേഹം ഉണ്ടെങ്കിൽ അയൽക്കാരനെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. അയൽക്കാരനെ ഉപദ്രവിക്കാൻ പാടില്ല. അവന് വേണ്ടി നന്മ ചെയ്യണം. വിധവകളെ മോശമായി അവരെ ചിത്രീകരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഏതെങ്കിലും രോഗാവസ്ഥയിലുള്ള വ്യക്തിയെ കളിയാക്കാൻ പാടില്ല. നമുക്ക് എപ്പോഴാ വരുന്നതെന്ന് അറിഞ്ഞുകൂടാ രോഗങ്ങള്. പ്രിയമുള്ളവരെ, നമ്മളിവിടെ പരസ്പരം സ്നേഹിക്കുക. ദൈവത്തിന്റെ ഛായയെ സൃഷ്ടിച്ച മനുഷ്യൻ നമ്മൾ ഓരോരുത്തരും സഹോദരന്റെ മുഖം കണ്ട് ദൈവത്തെ കാണുക. അതുപോലെ പ്രിയമുള്ളവരെ, പ്രഭാഷകൻ മൂന്നാം അധ്യായത്തിൽ 1 മുതലുള്ള തിരുവചനത്തിൽ പറയുന്നു, മക്കൾ മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. പുത്രന് അമ്മയുടെ മേൽ അധികാരം കൊടുത്തിരിക്കുന്നു. അതായത് പ്രിയമുള്ളവരെ, അപ്പനെ ബഹുമാനിക്കുന്നവൻ ദീർഘായുസ് നീണ്ടു കിട്ടും. അമ്മയെ ബഹുമാനിക്കുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കും. നമ്മുടെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തില് ഒരു പക്ഷേ നമുക്ക് ജന്മം തന്ന മാതാപിതാക്കൾക്ക് പല വീഴ്ചകളും കുറവുകളും ഉണ്ടായിരിക്കും. നമ്മളൊന്ന് ചിന്തിക്കണം പ്രിയമുള്ളവരെ. നമ്മളെ ഓരോ അമ്മമാരെ മക്കളുമായുള്ള ബന്ധം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഉൾക്കൊടി ബന്ധമുള്ള ഓരോ മക്കളും ഓരോ അമ്മയുടെ പേരിൽ സ്നേഹത്തിൽ വളരണം. അമ്മയെ ബഹുമാനിക്കുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കും. അമ്മയെ അനാദരിക്കുന്നവൻ അവന്റെ വീടിന്റെ അടിത്തറ ഇളകും. അമ്മയെ അപമാനിക്കുന്നവൻ അവന്റെ കണ്ണ് മലങ്കാക്ക കുത്തിപ്പറിക്കും. അത് ബൈബിളിലുള്ള വചനമാണ്, മറ്റേ ഞാനൊന്നും പറയുന്നതല്ല. ഇങ്ങനെയുള്ള ഈ തിരുവചനം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിത സാഹചര്യത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും എന്തെല്ലാം സമ്പത്തിന്റെ മേഖല വന്നാലും കർത്താവായ യേശു ക്രിസ്തു അവിടുന്ന് തന്റെ ശിഷ്യന്മാരും എഴുതി തന്ന ഓരോ വചനവും നിത്യജീവന്റെ വചനമാണ്. ഓരോ വ്യക്തിയും അവന്റെ ജീവിത സാഹചര്യം അനുസരിച്ച് ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും ബൈബിൾ വായിച്ചാൽ, അങ്ങനെ മുടങ്ങാതെ 90 ദിവസം അരമണിക്കൂർ വെച്ച് വായിച്ചാൽ ദൈവമായ കർത്താവ് അവനെ എടുത്ത് ഉപയോഗിക്കും. അതൊരു വ്യവസ്ഥയാണ്. ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് അവരന്റെ